ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഫാഷൻ ബ്രാൻഡിൽ ഒന്നായ സുഡിയോക്ക് ഓൺലൈനിൽ വസ്ത്രങ്ങൾ വാങ്ങാൻ ഒരു വെബ്സൈറ്റ് ഇല്ല എന്നത് നിങ്ങൾക്കറിയാം. എന്നിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ സുഡിയോ ഒരു ബ്രാൻഡായി വളരെ വേഗം വളർന്നു. ഇന്ന് എല്ലാ മോഡേൺ കമ്പനീസും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഓൺലൈനിൽ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ സുഡിയോ അതിന് നേരെ വിപരീതമായിരുന്നു ചെയ്യുന്നത്. എന്നിട്ടും അവരെല്ലാം തോൽപ്പിക്കുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, ഇന്ന് എല്ലാ ബ്രാൻഡും വളരാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നിർബന്ധമാക്കിയിരിക്കുമ്പോൾ സുഡിയോ ഫിസിക്കൽ സ്റ്റോഴ്സ് മാത്രം നടത്തി എങ്ങനെയാണ് ഇത്ര ക്രേസിയായി വളർന്നത്? നമുക്ക് നോക്കാം. ഇപ്പോൾ സുഡിയോയുടെ വിജയം മനസ്സിലാക്കാൻ നമ്മൾ 2016 ഒന്ന് തിരിച്ചു പോകണം. ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായി ട്രെൻഡ് ലിമിറ്റഡ് സുഡിയോ ലോഞ്ച് ചെയ്ത വർഷമായിരുന്നു. മറ്റ് ഫാഷൻ ബ്രാൻഡ്സ് പോലെ ആക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ടാറ്റയ്ക്ക് ഇവിടെ വളരെ വ്യക്തമായ ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു. അവർ ഇന്ത്യയിലെ യങ് ഷോപ്പേഴ്സായ ജെൻസീസിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിറവേറ്റാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് ജെൻസീസ് മാത്രം? പല രീതിയിലും ജെൻസീസ് ആണ് നമ്മുടെ കാലത്ത് ഏറ്റവും ടെക് സേവി ആയ തലമുറ. നിങ്ങളൊരു ജെൻസി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജെൻസി ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പ്രത്യേക തലമുറ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും വളരെയധികം സ്വാധീനിച്ച ഒരു ലോകത്താണ് വളർന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻസ്റ്റഗ്രാമിലെ 45 യൂസേഴ്സും ജെൻസീസ് ആണ്. യൂട്യൂബിലെ 20 യൂസേഴ്സും ജെൻസീസ് ആണ്. ഇവിടെ ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിന് കാരണം, പ്രത്യേകിച്ച് ഫാഷൻ പോലെയുള്ള ഒരു മേഖലയിൽ പുതിയ ട്രെൻഡ്സ് കണ്ടെത്താനുള്ള പവർഫുൾ ടൂൾസ് ആണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പണ്ട് ആളുകൾക്ക് ഏത് ഫാഷനാണ് ട്രെൻഡിലുള്ളത് എന്നറിയാൻ ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസും ഒക്കെ നോക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് അതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങളെയും എന്നെയും പോലെയുള്ള ആളുകൾക്ക് ലോകത്ത് എന്താണ് ട്രെൻഡിങ് എന്നറിയാൻ വേണ്ടി സാധാരണയായിട്ട് ഇൻസ്റ്റഗ്രാം റീൽസോ യൂട്യൂബ് വീഡിയോസോ ഒക്കെയാണ് നമ്മൾ കാണാറ്, അല്ലെ? സോഷ്യൽ മീഡിയ യുഗത്തിൽ ജനിച്ച് വളർന്ന ജെൻസീസിന് ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ ആൾക്കാരെക്കാളും കൂടുതൽ സ്വാഭാവികമായിട്ടും ബാധകമാണ്. ജെൻസീസ് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇത്ര ആക്റ്റീവായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജെൻസീസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന സുഡിയോ പോലുള്ള ഒരു ബ്രാൻഡ് എന്തുകൊണ്ട് ഓൺലൈനിൽ ലോഞ്ച് ചെയ്യില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. ഇന്ത്യയിലെ ജെൻസീസ് പോപ്പുലേഷന്റെ 80% നോൺ മെട്രോ ടയർ 2, ടയർ 3 സിറ്റീസിലാണ് താമസിക്കുന്നത്. മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ തുടങ്ങിയ വലിയ നഗരങ്ങളുടെ ഗ്ലാമർ ഈ ചെറിയ നഗരങ്ങളിൽ ഇല്ലെങ്കിലും ഇവിടെ താമസിക്കുന്നവർക്കും ഏകദേശം അത്രയും വലിയ ആസ്പിറേഷൻസും ഉണ്ട്. ടയർ 2, ടയർ 3 നഗരങ്ങളിലെ യുവാക്കൾക്ക് നന്നായി ഡ്രസ്സ് ചെയ്യണം, സ്റ്റാൻഡ് ഔട്ട് ആകണം, ടയർ 1 നഗരങ്ങളിലെ ആളുകളെ പോലെ തന്നെ സ്വയം എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് മിതമായ വിലയിൽ ട്രെൻഡി ഓപ്ഷൻസ് ഇല്ല എന്ന് തന്നെയാണ്. അവിടെയാണ് സുഡിയോ ഒരു വലിയ മാർക്കറ്റ് ഗ്യാപ്പ് കണ്ടെത്തിയത്. ജെൻസീസ് ടെക് സേവി ആണെങ്കിലും ടയർ 2, ടയർ 3 നഗരങ്ങളിലെ കൊമേഴ്സ് ടയർ 1 നഗരങ്ങളിലെ പോലെ എഫക്റ്റീവ് അല്ല എന്ന് അവർക്ക് മനസ്സിലായി. ആൻഡ് ഓൾസോ ഇന്ത്യയിലെ കൊമേഴ്സിൽ റിട്ടേൺസ് 40% വരെ ആകാം എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് ഒരു ഫാഷൻ ബ്രാൻഡിന്, പ്രത്യേകിച്ച് മാസ് മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡിന് ഇവിടെ മീനിങ് ഫുൾ ആയിട്ട് പണം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫിസിക്കൽ സ്റ്റോഴ്സ് മാത്രം തുറന്ന് ഓൺലൈൻ സെല്ലിങ്ങിൽ ഫോക്കസ് ചെയ്യാതെ സുഡിയോ അതുകൊണ്ട് പഴയ രീതിയിലുള്ള ടച്ച് ആൻഡ് ഫീൽ അപ്രോച്ച് തന്നെയാണ് തീരുമാനിച്ചത്. ഇന്ന് സുഡിയോ സ്റ്റോഴ്സിന്റെ 85% സ്റ്റോഴ്സും നോൺ മെട്രോ സിറ്റീസിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മെട്രോ സിറ്റീസിലാണെങ്കിൽ കൂടി സുഡിയോ അവരുടെ സ്റ്റോഴ്സ് എവിടെ തുറക്കണം എന്നതിൽ വളരെ കെയർഫുൾ ആയിരുന്നു. സുഡിയോയുടെ മുഴുവൻ മിഷനും ഫാഷൻ കൂടുതൽ അഫോർഡബിളും ആക്സസിബിളും ആക്കുക എന്നതാണ്. ഒരു നഗരത്തിലെ ഏറ്റവും വലിയ പ്രദേശങ്ങളിൽ ഒരു സ്റ്റോർ ഉണ്ടാക്കുക എന്നത് ഒരു പരിധി വരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ. അത് സുഡിയോക്ക് യാതൊരു ഹെൽപ്പും ചെയ്യില്ല. കാരണം ഒരു പ്രദേശം മുഴുവൻ സുഡിയോ പോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങാൻ പോലും താല്പര്യപ്പെടാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് മാത്രം സമ്പന്നമാണെങ്കിൽ, പിന്നെ അവിടെ സ്റ്റോർ വെക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സോ ഇന്നത്തെ മിക്ക ബ്രാൻഡ്സിന്റെയും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എല്ലാത്തരം കസ്റ്റമേഴ്സിനെയും ഒരേ സമയം ടാർഗറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മിക്കവർക്കും അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരെന്ന് വ്യക്തമായിട്ട് ഒരു ധാരണയില്ല. അതിന്റെ ഫലമായിട്ട് അവർ തെറ്റായ ഡയറക്ഷനിൽ ധാരാളം പണം ചെലവഴിക്കുകയും ഒടുവിൽ അവരുടെ ഇൻവെസ്റ്റേഴ്സിനെയും നിരാശപ്പെടുത്തുകയും ചെയ്യണം. അതുകൊണ്ട് നിങ്ങളൊരു ഓൺട്രപ്രനർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ സ്വന്തം ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, സുഡിയോ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. നിങ്ങളുടെ കസ്റ്റമർ പ്രൊഫൈല് കണ്ടെത്തി എല്ലാവരെയും ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ സ്പെസിഫിക് പ്രൊഫൈലിനെ സെർവ് ചെയ്യാൻ നിങ്ങളുടെ ടൈമും ഹാർഡ് വർക്കും സ്ട്രെങ്ത്തും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാൻഡിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് സുഡിയോയിൽ നിന്ന് പഠിക്കാനുള്ളത് ഇത് മാത്രമല്ല.
ജെൻസീസിന് വേണ്ടത്ര ഷോപ്പിംഗ് ഓപ്ഷൻസ് ഇല്ല എന്ന ഇൻസൈറ്റ് ഉണ്ടായത് സുഡിയോയ്ക്ക് വലിയ ഹെഡ് സ്റ്റാർട്ട് തന്നെയായിരുന്നു. പക്ഷേ കോമ്പറ്റീഷൻ അകറ്റി നിർത്താൻ അത് മാത്രം പോരാലോ, സുഡിയോയ്ക്കും ഇതൊരു പ്രശ്നമാണെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത വലിയ സൂപ്പർ പവറായ പ്രൈസിംഗിൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. നിങ്ങളൊരു സുഡിയോ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റ് വളരെ കുറഞ്ഞ വിലയ്ക്കാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 200 രൂപയ്ക്ക് ടീഷർട്ട്സ്, 500 രൂപയ്ക്ക് ഷൂസ്, 700 രൂപയ്ക്ക് ജീൻസ് തുടങ്ങിയ സാധനമൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ പോലൊരു രാജ്യത്ത് 18 മുതൽ 24 വയസ്സ് വരെയുള്ള ഒരു സാധാരണക്കാരൻ പ്രതിമാസം 6000 രൂപയിൽ താഴെ മാത്രം സമ്പാദിക്കുമ്പോൾ ഇത്തരം പ്രൈസിങ് വലിയൊരു അനുഗ്രഹം തന്നെയാണല്ലേ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജെൻസിക്ക് അഫോർഡബിലിറ്റി ഒരു പ്രിഫറൻസ് അല്ല, പകരം അതൊരു അത്യാവശ്യമാണ്. കാരണം അവരിൽ പലരും ഇപ്പോഴും കോളേജിലാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ജോലിയുടെ തുടക്കത്തിലെ ഘട്ടത്തിലായിരിക്കും. ഈ അഫോർഡബിലിറ്റി ഫാക്ടർ തന്നെയാണ് ഇന്ന് സുഡിയോയുടെ ഏറ്റവും വലിയ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ആയിട്ട് മാറിയിരിക്കുന്നത്. സുഡിയോയുടെ മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്നത് സ്വന്തം ബ്രാൻഡ് വളർത്തുന്നതിൽ ഫോക്കസ് ചെയ്യുന്നു എന്നതാണ്. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് അല്ലെങ്കിൽ റിലയൻസ് ട്രെൻഡ്സ് പോലുള്ള റീറ്റെയിലേഴ്സ് മറ്റ് ബ്രാൻഡ്സിനെ അഗ്രിഗേറ്റ് ചെയ്ത് വിൽക്കുമ്പോൾ സുഡിയോ സ്വന്തം പ്രോഡക്റ്റ്സ് മാത്രമാണ് വിൽക്കുന്നത്. ഇതിനൊരു ഒബ്വിയസ് അഡ്വാൻറ്റേജ് എന്നത് കോസ്റ്റ് കുറച്ച് നിർത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിലും പ്രധാനമായി ഇത് സുഡിയോനെ എല്ലാവരുടെയും മുന്നിൽ കൂടുതൽ സ്ട്രോങ്ങും ഡിസ്റ്റിങ്റ്റുമായിട്ടുള്ള ബ്രാൻഡ് ഐഡന്റിറ്റി വളർത്താൻ സഹായിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ സുഡിയോന്റെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ഡിസൈനിൽ നിന്ന് റീറ്റെയിൽ വരെയുള്ള മുഴുവൻ വാല്യൂ ചെയിൻ കൺട്രോൾ ചെയ്യുകയും അതുവഴി വളരെ കുറഞ്ഞ വിലയ്ക്ക് ഉയർന്ന ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് നൽകുകയും ചെയ്യും. ഇപ്പോൾ സുഡിയോ പൂർണ്ണമായും ജെൻസിയിലും ബഡ്ജറ്റ് കോൺഷ്യസ് ആയ ഷോപ്പേഴ്സിനെയും ഫോക്കസ് ചെയ്യുമ്പോൾ അതേ പാരന്റ് കമ്പനിയുടെ കീഴിൽ കുറച്ചുകൂടി പ്രീമിയം ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന മറ്റൊരു ബ്രാൻഡ് കൂടിയുണ്ട്, ബെസ്സൈഡ്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സും അവരുടെ ആസ്പിറേഷനും വേഗത്തിൽ വളരുന്ന ടയർ 2 സിറ്റിയിൽ ഇവരുടെ സ്റ്റോഴ്സ് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പ് അവരുടെ ട്രെൻഡ് എന്ന എൻറ്റിറ്റി വഴി സ്മാർട്ട് ബിസിനസ്സും മാർക്കറ്റിംഗ് പ്രാക്ടീസും ഉപയോഗിച്ച് ഇന്ത്യയിലെ എല്ലാതരം ഷോപ്പേഴ്സിനെയും ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ യങ്സ്റ്റേഴ്സിന് വേണ്ടി, ബഡ്ജറ്റ് കോൺഷ്യസ് ഷോപ്പേഴ്സിന് വേണ്ടി സുഡിയോ വഴിയും കുറച്ചുകൂടി പ്രീമിയം ഷോപ്പേഴ്സിനെ ബെസ്സൈഡ് വഴിയും ടാർഗറ്റ് ചെയ്യും. നിങ്ങൾ എവിടെ താമസിക്കുന്നു, എത്ര വയസ്സുണ്ട്, എത്ര പണം സമ്പാദിക്കുന്നു എന്നതൊന്നും നോക്കാതെ ഉയർന്ന ക്വാളിറ്റിയുള്ള ഫാഷൻ അഫോർഡബിൾ ആൻഡ് ഈസി ആക്സസിബിൾ ആക്കാൻ ടാറ്റ, സുഡിയോ ആൻഡ് ബെസ്സൈഡിന്റെ സഹായം തേടും. സോ ഇതേപോലെ നിങ്ങളുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ അതിലൊന്ന് കണക്ട് ചെയ്താൽ മതി. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒപ്പം ഇതിൽ നിന്നും എന്തെങ്കിലും പുതിയ കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് ആൻഡ് ഡു സബ്സ്ക്രൈബ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ്.